നമ്മോട് സംസാരിക്കുന്നത് പാണക്കാട് മുദരിസ് ബാക്കവി ഉസ്താദ് അവർകളാണ്. ആദരവോടെ ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറില്ലല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരോടുകൂടെ സദസ്സിലിരിക്കുന്ന സയ്യിദന്മാർ, ആലിമീങ്ങൾ, അതിലുപരി മുമ്പിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, നാട്ടുകാർ, വളണ്ടറീസ് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന് വേണ്ടി പ്രത്യേകം ഏൽപ്പിക്കപ്പെട്ട പുരുഷന്മാർ, സ്ത്രീകൾ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട വളണ്ടീസും നമ്മുടെ ചോറിന്റെ പന്തലിന്റെ ഭാഗത്തേക്ക് പോവേണ്ടതാണ്. നമ്മുടെ സ്ഥാപനം ഉയർന്നു വരുന്ന സ്ഥലം, അവിടേക്ക് ബന്ധപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കാൻ വേണ്ടി എത്തിച്ചേരണം. അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു സദസ്സിലാണ് നമ്മളൊക്കെ ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ സദസ്സിന്റെ കാരണക്കാരനായ ബഹുമാനപ്പെട്ട സയ്യിദ് ലിയാഖത്ത് അലി പൂക്കോയത്തങ്ങൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. തുടർന്ന് 33 വർഷക്കാലമായി ഇവിടെ നടന്നു വരുന്ന സലാത്തിന്റെ ഒരു വാർഷികവും, അതോടൊപ്പം ഹിന്ദയുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങളുടെ ആണ്ട് ദിവസവും കൂടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാം കൊണ്ടും അർത്ഥവത്തായിരിക്കുന്ന ഒരു സദസ്സിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. അഥവാ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളിൽ ഒരു പരിഹാരം കാണുക എന്ന നിലക്ക് മഹാനവറുകൾ നിശ്ചയിച്ചതായിരിക്കുന്ന സ്ഥലത്ത്, നിശ്ചയിച്ചതായിരിക്കുന്ന ദിവസത്തില്, നിശ്ചയിച്ച എല്ലാ പരിപാടികളും പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയത് നമ്മളിലുള്ളതായ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറുക, നമ്മൾ വന്ന തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുക, ഈ ദുആയിൽ ഒരു അംഗമാകുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് മുത്തഅല്ലിമീങ്ങളെയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും പ്രായം ചെന്നവരെയും എല്ലാവരെയും മുൻനിർത്തിക്കൊണ്ട് ദുആയിൽ ഉൾപ്പെടുത്തുക എന്ന നിലക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നിങ്ങളോടൊക്കെ ഉണർത്തിയതുപോലെ തിരുമേനി ഇത്തരത്തിലുള്ളതായ അല്ലെങ്കിൽ അവിടെയുള്ളതായിരിക്കുന്ന ഒരു സമൂഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയും യജ്ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ചരിത്രത്തിൽ കാണാൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ്. കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ത്യാഗങ്ങൾ സഹിച്ചു. അത് കണ്ടുപഠിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെടുന്നവർ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ ത്യാഗം സഹിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ടവർ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതും ആ നാടിനെ ഒരു ഇസ്ലാമിക ചിന്തയിലേക്ക് കൊണ്ടുവന്നതും. പ്രിയമുള്ള മുഅ്മിനീങ്ങളായ നമ്മൾ അവരുടെ ചരിത്രം ഓർക്കലോടുകൂടെ നമ്മുടെ ശരീരത്തിനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ആരോടും ഒരു വിദ്വേഷവും വെക്കാതെ, കാരണം അവരൊക്കെ കാണിച്ചു തന്നതും നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ടതുമായ സംഭവങ്ങൾ അതൊക്കെയാണ്. ആരോടും വിദ്വേഷം വെക്കാതെ നല്ല നിലക്ക് നല്ലൊരു ഹൃദയത്തോടു കൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹ് എന്ന ഒരു വിളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ
നമുക്ക് പ്രചോദനം നൽകുന്നത് ഇതുപോലത്തെ മഹാന്മാരാണ്, ഇതുപോലത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. അവരെ കണ്ടുപഠിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നാം ശ്രമിക്കണം. അതിനു വേണ്ടിയായിരിക്കണം ഇത്തരത്തിലൊരു സദസ്സ് നാം ഒരുമിച്ച് കൂടുന്നതും നാം അതില് പാഠം ഉൾക്കൊള്ളുന്നതും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഒരു പാഠം ഉൾക്കൊള്ളുന്ന ഒരു സദസ്സാക്കി നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദ് നമ്മൾ പറഞ്ഞത് പ്രകാരം ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ സദസ്സിൽ നടക്കാൻ പോവുകയാണ്. അള്ളാഹ് അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. വാങ്ങൊടുക്കുന്നു, നിസ്കാരം കഴിയുന്നു, ബഹുമാനപ്പെട്ട ഉറപ്പിച്ചത് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ പരിപാടിക്ക് തുടക്കം കുറിക്കും. നിങ്ങളൊക്കെ തുടക്കം മുതൽ അവസാനം വരെ വേദി ഒഴിയാതെ നിലകൊള്ളണമെന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.